എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പാപത്തെക്കുറിച്ചുള്ള ചില എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ മെസ്സേജുകളൊക്കെ കേട്ടവർക്ക് അത് അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചിന്തയാണ്. ചിലരൊക്കെ ആവശ്യപ്പെട്ടതിന് അനുസരിച്ചാണ് കൂടുതൽ വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് കൂടുതൽ ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ബാല്യത്തിലെ പാപങ്ങൾ എങ്ങനെ ദൈവപ്രവർത്തിക്ക് തടസ്സമായി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ളൊരു മെസ്സേജാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ എൻ്റെ അനുഭവ സാക്ഷ്യമാണ്. ഞാൻ കർത്താവിനെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളത്. അത് കേട്ടിട്ടില്ലാത്തവർ ഒന്ന് കേൾക്കുക. ചുരുക്കമായിട്ട് ഞാൻ പറയാം. 1997 ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ഞങ്ങൾ ദൈവകൃപയിലേക്ക് വന്നു. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം എല്ലാം കർത്താവ് മടക്കി തന്നു. 2001 ഞാൻ ജലസ്നാനം സ്വീകരിക്കുന്നത്. പക്ഷേ ആ സ്നാനപ്പെടുന്നതിന് തൊട്ടു മുൻപ് പത്തനാപുരത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് അവിടെ ഒരു കർത്താവിൻ്റെ ദാസനും 2 ഹൈന്ദവ പെൺകുട്ടികൾ, അവർ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരായിരുന്നു. അവർ 2 പേരും അവരെ പ്രവാചകിമാരായിരുന്നു. അവരെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ അവർ മറ്റൊരു സ്ഥലത്ത് അവർ താമസിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ പ്രാർത്ഥനയിൽ അവരും ഉണ്ടായിരുന്നു. അന്ന് പ്രവചനം എന്താണ്, ദൈവാലോചന എന്താണ് ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അവിടെ ചെന്നിരുന്ന് അന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിച്ചു. ആ പെൺകുട്ടികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ്. അന്ന് ഞങ്ങൾ ഓർത്തഡോക്സിലായിരുന്നു. അപ്പം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകും, ഇങ്ങനെ പള്ളിയിൽ പ്രാർത്ഥന ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞു, നീ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ഓർത്തഡോക്സിലെ ഒരു അച്ഛനായി തീരും എന്നുള്ളതാണ്. അപ്പം അന്ന് നമുക്ക് അത്രയൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് എനിക്ക് ഈ പള്ളിയിലെ ആരാധനകളിലൊക്കെ വളരെ താല്പര്യമുള്ള ആ ഒരു നാളുകളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ചു. പിന്നീട് ഞാൻ സുവിശേഷ വേലയ്ക്കൊക്കെ സമർപ്പിച്ച് ഒരു നല്ല ബൈബിൾ കോളേജിലൊക്കെ പോയി. സറാംപൂറിൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ പഠനം നടത്തിയത്. നല്ലൊരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടി. അപ്പം അന്നെല്ലാം ഞാൻ പാപം ചെയ്തിരുന്നെന്നോ തെറ്റുകാരനായിരുന്നെന്നോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിയന്ത്രിക്കപ്പെടുകയും അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകൾ പോലും ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോയിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബൈബിൾ കോളേജിലെല്ലാം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മീയ ശുശ്രൂഷകളിലേക്ക് കാൽച്ചുവട് വെച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ മാത്രം ആത്മീയ ശുശ്രൂഷ വിജയകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റാതെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വല്ലാത്ത ഒരു ശൂന്യതയോ ഒരു വല്ലാത്ത എന്തോ ഒരു ജീവിതത്തിൻ്റെ അകത്ത് കുറവ് വന്നതുപോലെ തോന്നി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പരിശുദ്ധാത്മ ശക്തി വേണ്ടതുപോലെ ഞാൻ പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതാനുഭവത്തിലല്ല ഞാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുവേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഉപവാസങ്ങളും എല്ലാം ആ നിലയിലേക്ക് മാറ്റുവാനായിട്ട് തുടങ്ങിയപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണെന്നും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഹൃദ്യമായിട്ട് സംസാരിച്ച് വിവിധ വചനഭാഗങ്ങളിലൂടെ ഇടപെടുവാനായിട്ട് തുടങ്ങി. ഞാനിത് പറയാനായിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അന്നും ഇന്നും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. കാരണം അനുഗ്രഹങ്ങളോ നന്മകളോ അല്ല, അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വാധീനിക്കപ്പെടുവാൻ സാധ്യതകളുള്ള ഒരുപാട് പാപങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് വിമോചനം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടുള്ള ആ ഹൃദ്യമായ കൂട്ടായ്മയും ബന്ധവും
നിലനിർത്താനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ മുഖവരിയായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വചനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. വചനത്തിലേക്ക് പിന്നാലെ പ്രവേശിക്കാം, പെട്ടെന്ന് പറഞ്ഞുവിടാം. അപ്പം അങ്ങനെ സ്ഥിരമായ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം എൻ്റെ കുറവുകളാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വേദന തോന്നും, നമുക്ക് വിഷമം തോന്നും. ദൈവം എന്തിനാണ് എപ്പോഴും ഈ കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നൊന്നുമല്ല, ദൈവം നമ്മളെ കരുതുന്നില്ലെന്നൊന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ അന്നും ഇന്നും വളരെ ഹൃദ്യമായി മനസ്സിലാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളാണ് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് യേശു കർത്താവ്. നമ്മളെ അത്രയ്ക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയങ്ങളും നമ്മളോട് ഇങ്ങനെ കറക്ഷൻസ് ആയിരിക്കും. എന്താണ് കാരണം? ഞാൻ എൻ്റെ മോനെ, സത്യം പറഞ്ഞാൽ എനിക്കൊരു മോനും മോളും ഉള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അവരെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ അർത്ഥം ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെന്നില്ല. അവരത് ചെയ്യുമ്പോൾ നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ ആ പറഞ്ഞത് തെറ്റാണ്, നീ ആ ചെയ്തത് തെറ്റാണ്. എന്തിനാണ്? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക്, ഒരു പരിജ്ഞാനത്തിലേക്കും പക്വതയിലേക്കും എൻ്റെ മകൻ വരാനായിട്ടാണ്. ശരിക്കും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് വചനത്തിലൂടെ, ആലോചനകളിലൂടെ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളതനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുകയും ദൈവത്തോട് ചേരുകയും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാൻ പോകുന്ന ലോകത്തിൽ, നിത്യതയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ യോഗ്യതയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനിയും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന, ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നടന്ന കുറേ കാര്യങ്ങൾ ഒരു ഫ്ലാഷ് പോലെ സ്വപ്നത്തിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമല്ല. ഒന്നിലധികം സംഭവങ്ങൾ ദൈവം എന്നെ കാണിച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല ഇതെന്താണ് കണ്ടത്, അല്ലെ ഇതിൻ്റെ അർത്ഥം എന്താണ്. പക്ഷെ പെട്ടെന്ന് ഒരു സങ്കീർത്തനത്തിലെ വേദഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിച്ചു. ആ സങ്കീർത്തന ഭാഗം ഞാൻ നിങ്ങളോട് വായിക്കാം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങൾ, എൻ്റെ ലംഘനങ്ങളെ നീ ഓർക്കരുതേ ദൈവമേ എന്ന് പറയുന്നു. അപ്പം ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. 25-ാം സങ്കീർത്തനത്തിൽ നിന്ന് എങ്ങനെ ദൈവഹിതം കണ്ടുപിടിക്കാനായിട്ട് പറ്റും, തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ 25-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞു. 25-ാം സങ്കീർത്തനം ദൈവസന്നിധിയിൽ വഴി മനസ്സിലാക്കാനായിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനായി താല്പര്യത്തോടെ ഒരു നല്ല പഠിതാവായി ദൈവപാദ പീഠത്തിൽ ഇരിക്കുന്ന ദാവീദിനെയാണ് 25-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ദൈവത്തോടുള്ള കണ്ണുനീരുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്, പാപങ്ങൾ ഏറ്റുപറച്ചിലുണ്ട്, അറിയാനായിട്ടുള്ള വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്. ഇതെല്ലാം 25-ാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഉണ്ട്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ, നിന്റെ വഴികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, ഈ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ അകത്ത് മാറ്റിയിട്ടിരിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ബാല്യത്തിലെ പാപങ്ങൾ, ലംഘനങ്ങൾ. എനിക്ക് പലപ്പോഴും ദാവീദിന്റെ ആത്മീക വെളിപ്പാടുകളുടെ ആഴം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ആ മനുഷ്യന്റെ ആത്മീക ജീവിതത്തിന്റെ അകത്തെ ആ ആഴം എത്ര ഭയങ്കരമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ബാല്യത്തിലെ പാപങ്ങൾ, എൻ്റെ ലംഘനങ്ങൾ എന്നോട് അകറ്റണം. രണ്ട് കാര്യങ്ങളാണ് പാപം, ലംഘനം. പാപവും ലംഘനവും ഏകദേശം ഒരേ അർത്ഥമാണെങ്കിലും വ്യത്യസ്ത അർത്ഥത്തിലുള്ളവയാണ്. ലംഘനം, ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബോധപൂർവം ദൈവകൽപ്പനകളെ ലംഘിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത കൽപ്പനകളെയും ചട്ടങ്ങളെയും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വയലേറ്റ് ചെയ്യുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് കുറച്ച് വിശാലമായ അർത്ഥത്തിലാണ്. പാപത്തെക്കുറിച്ച് ഞാൻ ഹമാർഷിക എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടാനായി പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ബാല്യത്തിലെ പാപങ്ങൾ, എൻ്റെ ലംഘനങ്ങൾ ഓർക്കരുത്. പലപ്പോഴും നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാര്യമാണ് ബാല്യത്തിലെ പാപങ്ങൾ. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഇപ്രകാരമാണ്: ഡു നോട്ട് റിമെമ്പർ ദ സിൻസ് ഓഫ് മൈ യൂത്ത്
സിൻസ് ഓഫ് മൈ യൂത്ത്, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. ചെറുപ്പകാലങ്ങളിലൊക്കെ ചെയ്ത തെറ്റ് അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ ചെയ്തതാണെന്നും അതൊന്നും കുഴപ്പമില്ല എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരോട്, ചിന്തിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി ജീവിതത്തിൽ കാത്തിരിക്കുമ്പോൾ നമ്മൾ തെറ്റെന്ന് കരുതാത്ത പല കാര്യവും ദൈവസന്നിധിയിൽ തെറ്റാകും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായതാണ്. അന്ന് ഞാൻ ചെയ്തു പോയ ചില കാര്യങ്ങൾ അത്ര വലിയ ഗുരുതരമായ പാപങ്ങളൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ വ്യഭിചാരം, മോഷണം, കൊലപാതകം, മദ്യപാനം, പിടിച്ചുപറി, ഇതിനെയൊക്കെയാണ് വലിയ പാപങ്ങളായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ബൈബിള് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതൊക്കെ പാപങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ഇതോടൊപ്പം തന്നെ ഗൗരവമായ ചില പാപങ്ങളാണ് കൺമോഹം. യേശു പറഞ്ഞ കാര്യമല്ലേ, സ്ത്രീയെ നോക്കുക, മോഹിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാരിൽ ആരാണ് ഇത് ചെയ്യാത്തത്? പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്താത്ത ഒരാൾക്കും അത് പറ്റത്തില്ല. കാരണം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് സർവ്വസാധാരണമല്ലേ. പെൺകുട്ടികളെ നോക്കാത്ത പുരുഷന്മാരാരാണുള്ളത്? വികാരമുള്ള പച്ചയായ ഏത് മനുഷ്യരും ചെയ്യും. പക്ഷെ വചനത്തിലേക്ക് വരുമ്പോൾ അതിനെ പോലും തെറ്റാണ്. അതിനെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പറ്റാത്ത കാര്യമൊന്നും ദൈവം ആരോടും പറയാറില്ല. പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വചനത്തിന് മാറ്റമൊന്നും ഇല്ലാത്തതാണ്. ഇന്നത്തെ പല ഗ്രേസ് തിയോളജിയൻസും കൊണ്ടുവന്ന് ഇതിനെയൊന്നും കുഴപ്പമില്ല എന്നാക്കി ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ആത്മാവിനെ ബാധിക്കത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞത്. ഒരു പാപത്തെയും ലഘൂകരിക്കരുത്, അതിനെ സാമാന്യവൽക്കരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ബാല്യത്തിലെ പാപങ്ങൾ നമ്മുടെ ബാല്യകാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള, നമ്മുടെ യൗവനകാലങ്ങളിൽ യൂത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ 8 മുതൽ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ ഉള്ള പാപങ്ങളാണ്. അപ്പം ആ ഒരു 8 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഓർമ്മയുള്ള കാലം മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത, നമ്മൾ പോയ ലോകത്തിന്റെ വഴികൾ, പാപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറയുന്നവർ ഈ ദൈവസന്നിധിയിൽ എഴുന്നേറ്റു എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പല പണ്ടത്തെ പാപങ്ങൾ ദൈവം എന്നെ സ്വപ്നം കാണിച്ചു, ദർശനം കാണിച്ചു, ഏറ്റു പറഞ്ഞുകൊണ്ട് അവരൊക്കെ ജലസ്നാനം സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അന്നത്തേത് എന്തെങ്കിലും നിങ്ങളുടെ മനസാക്ഷിയിൽ ദൈവാത്മാ ഓർപ്പിക്കുന്നെങ്കിൽ ഒരു വാക്കിൽ അതൊന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത്ര വലിയ ഗുരുതരമായ കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബാല്യകാലത്തിന് എന്താണ് പ്രാധാന്യമുള്ളത്? വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 47-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ബാബേലുമായിട്ടുള്ള പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. ബാല്യം മുതൽ നീ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും നിലനിൽക്കുക, പക്ഷേ ഫലിക്കും. അപ്പൊ ഇവിടെ ബാബിലോണിനെ കുറിച്ച് പറയുന്നത് ബാല്യം മുതൽ ചെയ്യുന്ന മന്ത്രവാദം. ഇവിടെ ബാല്യം എന്ന് പറയുന്നത് ഒരു ചെറുപ്പത്തിലെ ബാല്യത്തിന്റെ അർത്ഥമല്ല. തലമുറകളായി ബാബേൽ എന്ന് പറയുന്ന ആ ഒരു ജനത, ആ ഒരു ജാതി മന്ത്രവാദങ്ങളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുമ്പോൾ ദൈവം അവരെ കുറിച്ച് പറയുന്നത് നീ ബാല്യം മുതൽ മന്ത്രവാദം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നോക്കുക, മന്ത്രവാദം ചെയ്യുന്നതും ബാല്യം മുതൽ ചെയ്യുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യൗവനകാലത്ത് ചെറുപ്പക്കാരോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നടന്നുകൊള്ളുക, പക്ഷെ ഇതിനെയെല്ലാം ദൈവം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇഷ്ടമുള്ള വഴികളിൽ നടക്കാൻ പറ്റുന്ന പ്രായമുണ്ട്, സമയമുണ്ട്. ആരും ചോദിക്കാത്ത സമയങ്ങളുണ്ടില്ലേ? ആ സമയങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെ നടക്കാം. അത് നടക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ക്രിസ്തുവിന്റെ സ്നേഹം അകത്ത് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന്റെ സുഖമൊന്നും അന്വേഷിക്കാൻ പോകാത്തത്. കാരണം ദൈവത്തിന്റെ വിളി അതുപോലെ നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ്. ഈ കേൾക്കുന്നവരെ കുറിച്ചും ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ചെറുതും വലുതുമായ കാര്യങ്ങളെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ദൈവം അതിനെ ന്യായം വിധിക്കും എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. പ്രവാചകനായ യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞങ്ങളും നിങ്ങളും ദൈവത്തിന് സ്തോത്രം പിതാക്കന്മാരും യൗവനം മുതൽ അങ്ങേ അനുസരിക്കാതെ വഴിതെറ്റി നടക്കുന്നവരാണ്. അപ്പൊ ഒരുത്തൻ യൗവനകാലം മുതൽ വേണമെങ്കിൽ ദൈവത്തെ അനുസരിക്കാം, വേണമെങ്കിൽ വഴിതെറ്റി നടക്കാം. അപ്പൊ ബാല്യം, യൗവനം ഇവയ്ക്കൊക്കെ ആത്മീയ വളർച്ചയ്ക്കകത്ത് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. സദൃശ്യവാക്യം 25-ന്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കും,
അപ്പം ഒരു ബാല്യകാലത്തിൽ തന്നെ ഒരു വ്യക്തി ആരായി തീരണമെന്നുള്ളത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ബാല്യകാലത്ത് വേണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാം, ബാല്യകാലത്ത് വേണമെങ്കിൽ ലോകത്തിലെ വഴികളിൽ ജീവിക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരായ സ്കൂൾ കോളേജ് കുട്ടികൾ അടക്കമുള്ളവർ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭേദിക്കുന്നതാണ്. കഴിഞ്ഞിടെ കണ്ടില്ലേ, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് ഒരു കൂട്ടുകാരനെ ഇടിച്ച് ചതച്ചവനെ ഒരു പരുവമാക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്തനംതിട്ടയിൽ പ്രക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ഒരുപാട് തെറ്റായ വഴികളിൽ പോയി. ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് അവളെ അവളുമായിട്ട് തെറ്റായ വഴികളിൽ പോയ ചെറുപ്പക്കാരെയെല്ലാം പിടിച്ച് പോക്സോ കേസൊക്കെ ചുമത്തിയ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാല്യകാലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൗവനം എന്ന് പറയുന്ന കാലഘട്ടവും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാലമാണ്. ദൈവത്തിന് സ്തോത്രം. 71-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ്. അപ്പൊ വേണമെങ്കിൽ ബാല്യം മുതലേ ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷെ ബാല്യകാലത്ത് ചെയ്യുന്ന പാപങ്ങൾ പോലും, ആ തെറ്റുകൾ പോലും യഥാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്രത്തോളം കാലം അത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുറ്റമായും അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ബാല്യത്തിലെ ലംഘനങ്ങൾ, ബാല്യത്തിലെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് നിന്റെ വഴികളിൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയുള്ളവരെ നീ നിന്റെ വഴി കാണിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊരു മെസ്സേജ് ഞാൻ ഇട്ടിരുന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി സ്ഥിരം കോപിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നിസ്തർക്കമായ കാര്യം. കാരണം നമ്മുടെ ദൈവം ക്ഷമയുടെ ദൈവമാണ്. ദൈവം ശാന്തത ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മൾ മാറണം, നമ്മൾ ചേഞ്ച് ആകണം ജീവിതത്തിൻ്റെ അകത്ത്. നമ്മുടെ പത്തിയെല്ലാം താക്കണം. ദൈവം നമ്മുടെ പത്തി താക്കുന്നതിനേക്കാൾ നമ്മൾ സ്വയം നമ്മുടെ പത്തി താത്ത് ഉടയപ്പെട്ട് തകർക്കപ്പെട്ട് ദൈവസന്നിധിയിൽ പണിയപ്പെടാനായിട്ട് ഒരു വ്യക്തി ഏൽപ്പിച്ചു കൊടുത്താൽ നീ ഉടയപ്പെടുമ്പോഴും ദൈവം പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ബാല്യത്തിലെ പാപങ്ങൾ, ലംഘനങ്ങൾ ഓർമ്മ പരിശുദ്ധാത്മാവ് വരുത്തുന്നെങ്കിൽ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. ചിലരോടെങ്കിലും ഈ സന്ദേശം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത സന്ദേശവുമായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു.